വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചർമാരുടെ പീരീഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലിട്ട് പോവാം. ഇവിടെ ഫസ്റ്റ് തന്നെ മൈ ഫ്രണ്ട് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഗുഡ് ഫ്രണ്ടിന് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം, അതാണ് നമ്മളിവിടെ വേർഡ് വെബ് ഒരു ഗുഡ് ഫ്രണ്ടിന് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം, അത് നമ്മളൊരു വേർഡ് വെബാക്കി എഴുതുക. അതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളൊരു സർക്കിളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് വരയ്ക്കാം. ത്രികോണമൊന്നും പറഞ്ഞ് വരച്ച് വയ്ക്കരുത്. ഓക്കെ, ജസ്റ്റ് ഒരു സ്ക്വയർ വരയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പം എന്താണ് ആ നടുക്കുള്ള ആ ഒരു സ്പേസിൽ എ ഗുഡ് ഫ്രണ്ട് എന്ന് എഴുതാം. നമ്മൾ ഒരു ഗുഡ് ഫ്രണ്ടിനെ പറ്റിയല്ലേ എഴുതുന്നത്. അപ്പം ഒരു ഗുഡ് ഫ്രണ്ട് എന്നുള്ളത് എഴുതാം. എന്നിട്ട് ഷെയറിങ്, കെയറിങ്, ലവിങ്, അതാണ് ഫസ്റ്റിലത്തെ 3 ഷെയറിങ്, കെയറിങ്, ലവിങ്, ഇത് 3 ഉണ്ടാവണം. അതുപോലെ നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഹോണസ്റ്റ്, ഹെൽപ്പിങ്. അപ്പം എന്താണ് അണ്ടർസ്റ്റാൻഡിങ്, ഹോണസ്റ്റ് മീൻസ് എന്താണ് കരുണ, ദയ. ഓക്കെ, സോറി, സത്യസന്ധത, കൈൻഡ്നെസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈൻഡ്നെസ് എന്നും കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ കൈൻഡ്നെസ് പറയുമ്പോൾ കൈൻഡ്നെസ്, അതുപോലെ തന്നെ ഹോണസ്റ്റ്, ഹെൽപ്പിങ്, സഹായവും, അതുപോലെ സത്യസന്ധതയും. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവർ നമ്മളെ കെയർ ചെയ്യണം, ലവ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും ചെയ്യണം. അതുപോലെ നമ്മളെ എന്ത് ഒരു സിറ്റുവേഷൻ വന്നാലും സഹായിക്കണം, അതുപോലെ ആ സിറ്റുവേഷനെ മനസ്സിലാക്കണം, നമ്മൾ അവരെയും മനസ്സിലാക്കണം. ഹോണസ്റ്റ്, സത്യസന്ധത, നമ്മൾ അവരോട് സത്യസന്ധത കാണിക്കണം, അവർ തിരിച്ചും അത് കാണിക്കണം. കൈൻഡ്നെസ്, നമ്മൾ അവരോട് ദയ കാട്ടിയാലേ തിരിച്ച് നമ്മളോടും അവർ ദയ കാട്ടുകയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ നിൽക്കാം. വേർഡ്സ് വിത്ത് സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെൻറ്റ് മീനിങ്സ് ആർ കോൾഡ് ഹോമോണിംസ്. അഥവാ ഓക്കെ, അപ്പം എന്താണ് ഈ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇയർ, ചെവി എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്, വേറൊരു ഇയറിന് എന്ത് മീനിങ് ഉണ്ട്, വർഷം എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്. അപ്പം ഇവിടെ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയുന്ന പേരാണ് ഹോമോണിംസ് എന്നുള്ളത്. ഹോമോണിംസ്. ഓക്കെ, അപ്പം നോക്കാം, ഇവിടെ നോക്കിക്കോളൂ. This dash we did not sufficient rain. This year we did not get. ഓക്കെ, എന്താണ് അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ ഈ ഇയർ വരുമോ അതോ ഈ ഇയർ വരുമോ, ഇത് വരുമോ ഇത് വരുമോ, ഏത് വരും? This year we did not get sufficient rain. ഇതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ പറയുന്നത് നമുക്ക് എന്നേ പറയുന്നത് this we did not, ഈ ഒരു വർഷം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടും ഒരു നല്ല മഴ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അഥവാ ഈ ചെവി എന്ന് നമ്മളിങ്ങനെ പറയില്ലല്ലോ, എന്താണ് ഈ വർഷം, അതല്ലേ ഇവിടെ ഉചിതമാവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇയർ എന്നോട് വേണം എടുക്കാം. YEAR, ആ ഇയർ വേണം നമ്മൾ എഴുതാൻ, EAR എഴുതരുത്. അപ്പോൾ നോക്കാം, അതായത് ഈ EARന്റെ മുമ്പിൽ ഒരു വൈ കൂടെ ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കുക. The boy saw a small dash on the tree trunk. എന്താണ് ഹോൾ വരുമോ, എന്ത് വരും, ഹോൾ, HOLE ഹോൾ വരുമോ അതോ WHOLE ഹോൾ വരുമോ, എന്ത് വരും, HOLE വരും. ഹോൾ മീൻസ് ദ്വാരം, മനസ്സിലായോ, ദ്വാരം. ഹോൾ മീൻസ് ഈ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൊത്തത്തിൽ ഈ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വാരം, ദ്വാരം. നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും, ഹോൾ വരും, HOLE ഹോൾ വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. എയർ വരുമോ ഹെയർ വരുമോ, ഹെയർ എന്നുള്ള പ്രൊനൗൺസിയേഷൻ എച്ചും കൂടെ വരുന്നുണ്ട്, ഹേ ആണ്. ഇവിടെ എയറും ഹെയറും. ഓക്കെ, അപ്പം രണ്ടും പ്രൊനൗൺസിയേഷൻ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഭാഗം മാത്രം ഒരുപോലെ വരുന്നുള്ളൂ, ഫസ്റ്റ് ഭാഗം വേറെയാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്ത് വരും, വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. നമുക്ക് ഇങ്ങനെ ശ്വസിക്കാൻ എന്തോ വേണം, അതാണ് ഇവിടെ പറയുന്നത്. എന്ത് വേണം, എയർ അല്ലേ. ഹെയർ വേണോ, ഹെയർ മുടി വേണോ, ടെസ്റ്റ് നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേറെ ഹെയർ ആയിരുന്നു തന്നിരിക്കുന്നത്. ഞാനിവിടെ എഴുതിയപ്പോൾ വേറെ ഹെയർ ആയിപ്പോയി. ഓക്കെ, അപ്പൊ താ നോക്കാം. എന്താണ് എയർ? എയർ ആണല്ലേ കറക്റ്റ് ആൻസർ. നമുക്ക് വായുവല്ലേ ശ്വസിക്കാൻ വേണ്ടത്, എയർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന ഹെയർ HEIR ആണ്, അതായത് അവകാശി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The country is entering a new dash in development. ഫേസ് വരോ, ഫേസ് വരോ, അതായത് PHASE വരോ അതോ FASE വരോ? FAC മീൻസ് മുഖം, FASE അല്ല, FACE ആണ്. ഫേസ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കണം. ആർക്കായിരുന്നാലും ഒരു അബദ്ധമൊക്കെ പറ്റും. അപ്പൊ നോക്കാം. ഫേസ് PHASE വരുമോ അതോ FACE വരുമോ? അതാണ് FACE മീൻസ് മുഖം. അതുപോലെ PHACE എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അതാ PHASE ആണ്. SE പറയേണ്ടടുത്തല്ല സിയും പറയും, സി പറയേണ്ടടുത്തല്ല എസിയും പറയും. എന്താണ് കേട്ടോ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു രാജ്യം എന്ന് പറയുന്നത് വളരെ ഒരു പുരോഗമനയുടെ ഡാഷിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. ഡാഷ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യണം. ഈ ഫേസ് വേണം ഫില്ല് ചെയ്യാൻ. അതോ മുഖത്തിന്റെ ഭാഗത്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, PHASE ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. The elders decided to dash a letter to the president of Kenya. കെനിയയിലെ പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതാൻ ആര് തീരുമാനിച്ചു? അതാണ് നമുക്ക് നോക്കാനുള്ളത്. റൈറ്റ് അല്ലെങ്കിൽ റൈറ്റർ. റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റിന്റെ അർത്ഥം ശരി എന്നാണ്. RIGHT റൈറ്റിന്റെ അർത്ഥം ശരി എന്നതാണ്. അതുപോലെ തന്നെ WRITE അർത്ഥം എന്താണ്? എഴുതുക എന്നതാണ്. അപ്പൊ ഏതാ വരിക? WRITE അല്ലേ? അപ്പൊ എഴുതാനല്ലേ ഇവര് തീരുമാനിച്ചത്. ഓക്കെ, ഈ RIGHT എന്നുള്ളതിന് വലത് എന്നൊരു മീനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ആറാമത്തെ നോക്കുക. The classroom is dash down. Quiet അല്ലെങ്കിൽ quiet. Quiet എന്ന് വെച്ച് കഴിഞ്ഞാല് തികച്ചും, quiet എന്ന് വെച്ച് കഴിഞ്ഞാല് നിശബ്ദം. ഓക്കെ, ഇതാ നോക്കാം. QUITE, അതായത് ഈ എടുത്തിട്ട് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാല് എന്താവും? അത് QUITE, അത് തികച്ചും എന്നതും. അതുപോലെ തന്നെ QUIET വരുവാണെന്നുണ്ടെങ്കിൽ അത് നിശബ്ദവും ആയിരിക്കും. ഓക്കെ, the classroom is quiet അല്ലേ വരിക? നമ്മൾ എന്ത് ചെയ്തു? ക്വയറ്റ് എന്നുള്ള ഇത് എഴുതി. നെക്സ്റ്റ് നോക്കാം. സോറി, സ്പെല്ലിംഗ് QUIET, ക്വയറ്റ് വേണം നമ്മൾ എഴുതാനായിട്ട്. നെക്സ്റ്റ് നോക്കാം. My dash friend is waiting for me. Dear അല്ലെങ്കിൽ dear. ഡിയർ എന്ന് വെച്ച് കഴിഞ്ഞാല് മാൻ. എന്താണ്? DEER ആണ് മാൻ. അതുപോലെ തന്നെ മാൻ. ഓക്കെ, മാൻ നമ്മുടെ മൃഗമായ മാൻ അല്ല. ഓക്കെ, ഡിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ട. DEAR, ഡിയർ, പ്രിയപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എഴുതണ്ടല്ലോ. ഡിയറിന്റെ അർത്ഥം എഴുതണ്ടല്ലോ, പ്രിയപ്പെട്ടത് അറിയാലോ. അപ്പം മൈ ഡിയർ വരുമോ ഡീർ വരുമോ? ഡീർ എന്നാണ് കേട്ടോ കറക്റ്റ് ആയിട്ട്. ഞാൻ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്? ഡിയർ എന്നാണ് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഡിയർ വരുമ്പോൾ DEAR വരുള്ളൂ. DEER വരുമ്പോൾ ഡീർ എന്നല്ലേ പറയാം. ഓക്കെ, അപ്പം എന്താ ഡിയർ വരുമ്പോ അപ്പം എന്റെ മാനായ കൂട്ടുകാരി അങ്ങനെ വരത്തില്ല. എന്താണ്? ഡിയർ, പ്രിയപ്പെട്ട എന്ന്. ഓക്കെ, DEAR, ഡിയർ. ഓക്കെ, അപ്പൊ DEAR, ഡിയർ വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The dash rises in the east. എന്തോ ഒരെണ്ണം ഈസ്റ്റില് ഉദിക്കും. സൺ വരുമോ? SON സൺ വരുമോ അതോ SUN സൺ വരുമോ? SON സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ, SUN സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ. അപ്പം SUN വരും അല്ലേ? അപ്പൊ SUN സൺ വരും. നെക്സ്റ്റ്, പ്ലീസ് ഡാഷ് ദിസ് ടു ദ ഗിവൻ അഡ്രസ്. എന്താണ്? മെയ്ഡ് MALE വരുമോ അതോ MAIL വരുമോ? MALE വരുമ്പോ എന്താണ്? പുരുഷൻ എന്നോ. MAIL എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അയക്കുക എന്നും വരും. അപ്പം MAIL മെയിലാണ് വരുന്നത്. എന്താണ്? MAI.
സോറി ഗൈസ്, ഇത് ഒരു പണി തന്നതാണിത്. ഇവിടെ ചെറുതായിട്ടൊന്നും കൂടി വന്നു വരുന്നതാണ്. സോറി. ഓക്കെ, ഭാഗ്യത്തിന് ഞാൻ ഇങ്ങനെ പിടിച്ചു, അത് കുഴപ്പമില്ല. നെക്സ്റ്റ് എന്നെ ഹൈ ആൻഡ് മെയിലാണ് വരുന്നത്. ലാസ്റ്റ് നോക്കാം. ലത ഈസ് ഡാഷ് ഫോർ മീ. വെയിറ്റിംഗ് വരോ? വെയിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് WEIGHTING ആ ഒരു മീനിങ് വരുമ്പോൾ എന്ത് വരും? തൂക്കം എന്നത് വരും. WAITING വരുമ്പോൾ കാത്തു നിൽക്കുക. ഓക്കെ, അപ്പം WAITING വരും. എന്തായാലും WAITING വരും. ഓക്കെ, വെയിറ്റിംഗ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ.